ഹലോ ഗായ്സ്, വെൽക്കം ടു അൻലാദാസ് വ്ളോഗ്. സുഖമല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്നില്ലേ ഞങ്ങൾ ബീഹാറി സ്റ്റൈല് സമൂസ ഉണ്ടാക്കാൻ പോവാം. നിങ്ങൾ കേരളത്തിലില്ലേ സംഭവം സമൂസ കഴിച്ചിട്ടുണ്ടാവും. അതിലെന്താ ഉണ്ടാവുക? കാബേജ്, ചിലയിൽ ഉള്ളി, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവുക. പക്ഷേ ഞങ്ങളെ ബീഹാറിലെ സമൂസ എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റിയാണ്. അത് നമ്മൾ സംഭവം ഒരു രണ്ടെണ്ണമൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടിയില്ല. നമ്മളെ വയറ് നല്ല ഫുള്ളാവും, നിറയും കേട്ടോ. സംഭവം ഇവിടെ ചെറുതുണ്ടാക്കുക, പക്ഷെ നമ്മുടെ നാട്ടിലില്ലേ നല്ല വലിയ വലിയ കിട്ടുക. അവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ആൾക്കാർ കഴിക്കുക സമൂസൊക്കെ, രാവിലെയും അതേമാതിരി വൈകുന്നേരമൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അച്ഛന് സംഭവം കുറേ വെറൈറ്റി ഡിഷസൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. അതിനൊരു റീസൺ ഉണ്ട് അച്ഛന് അറിയാനുള്ളത്. അത് ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. ഇതിപ്പോൾ ഫസ്റ്റ് മസാല ഉണ്ടാക്കുകയാണ് സമൂസക്ക് ഉള്ളത്. ബേ ലീഫ്, നല്ല ജീരകം, പണങ്ങമുളക് കേട്ടോ. ഉണക്കമുളക് ഞങ്ങളവിടെ ഇല്ലേ കരിവേപ്പില, കറി ലീഫ് കുറച്ച് യൂസ് ചെയ്യുമല്ലോ കേട്ടോ. അധികം ബേ ലീഫാണ് യൂസ് ചെയ്യുക. ഇതില്ലേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. ഇതില് വെള്ളം വെക്കൂല കേട്ടോ. ഈ സമൂസന്റെ മസാലയില് കുറച്ച് എന്താണ് കായപ്പൊടി, ഹിന്ദിയിൽ ഹീങ് എന്നാട്ടോ പറയാ. അതന്നെയാണ് കേട്ടോ. ഫസ്റ്റ് വെച്ച ഗരം മസാല ആയിരുന്നേ, അത് അമ്മ മറ്റേ കായപ്പൊടിന്റെ ബോക്സിലാണ് വെച്ചേ. കേട്ടിട്ട് നിങ്ങള് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മൂന്നും വെച്ച് ഇത് മസാല ആയിട്ടോ. ഇനി ഇതിലേക്ക് കിഴങ്ങ് വെക്കാണ്. കിഴങ്ങ് ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിരുന്നേ. ഉപ്പിട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓയിൽ ചൂടാക്കാൻ വെച്ചേ. ഇതിൽ പട്ടാണി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് ആവാനായിട്ടുണ്ട്. ഓയിൽ തിരക്കുണ്ട്. ഇത് നന്നായിട്ട് ചോപ്പിച്ചിട്ടോ, മീൻസ് ബ്രൗണിഷ് കളറാക്കിയ. ഇത് മസാല റെഡി ആയി കഴിഞ്ഞാൽ ഓഫ് ആക്കിയിട്ടത് ഇനി അതിൽ കടല, മീൻസ് പീനട്ട് വെക്കാണ്. ഇത് സ്പെഷ്യൽ സമൂസ എന്ന് പറയാച്ച. എന്നിട്ട് ഇതയിൽ വെക്കും. പിന്നെ ഇതാ കുറച്ച് ഗരം മസാലയും കൂടി കുറച്ച്, പിന്നെ മല്ലിച്ചപ്പ്. സമൂസ മസാല റെഡിയാണ്. ഇത് റെഡി ആയിട്ടോ. ഇനി സമൂസന്റെ മറ്റേ മൈദ ഇതാക്കാൻ പോണേ കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ വിടും. ഇത് മൈദ, ബ്ലാക്ക് ജീരകം, പിന്നെ അതിലേക്ക് അച്ഛന് ഉപ്പ്,
പിന്നെ കുറച്ച് ഓയിൽ. ഇതിൽ സോഡ വെക്കൂല കേട്ടോ. സോഡ മീൻസ് അപ്പക്കാരം, ഹിന്ദിയിൽ സോഡ എന്ന് പറയാം. ഓ, പല്ലില്ലാത്ത ആൾക്കാരും വേണമെങ്കിൽ ഈ സമൂസ കഴിക്കിട്ടോ. അതാണ് അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല ഫസ്റ്റ്. നല്ല മിക്സ് ആക്കാണേ, ഓയിൽ വെച്ചില്ല അതുകൊണ്ട്. വെള്ളം വെച്ചിട്ട് കുഴക്കാൻ പോവാം. കുറച്ചേ വെള്ളം വെക്കാം. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതില്ലേ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കൂട്ടോ, സൈഡിൽ മാറ്റി വെക്കും. കേട്ടോ ഇതില്ലേ ചാട്ടുണ്ടാക്കാൻ പോവാ. ചാട്ടിന് വേണ്ടിയിട്ടുള്ള സാധനം കേട്ടോ. പട്ടാണി. ഇതിലില്ലേ ഉണക്കമുളക്, വേലീഫ്, ജീരകം, കുറച്ച് കായപ്പൊടി. കടലക്കൊണ്ട് ഉണ്ടാക്കാൻ പോവാണ്. പട്ടാണി, കടലല്ല, സോറി, പട്ടാണി, പച്ചപ്പട്ടാണി. ഇത് നേരത്തെ വെച്ച പേസ്റ്റ് കുറച്ച് മാറ്റി വെച്ചിരുന്നു. ഇഞ്ചി, മുളക്, വെളുത്തുള്ളി. ഫോണ് ചൂടായി, ലൈറ്റ് പോയി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. എന്നിട്ട് ഇതിൽ ഉള്ളി വെക്കാണ്. ഇതൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അത് വെക്കാം. പിന്നെ കുറച്ച് വെള്ളം. ഇത് നല്ലമ്പോക്ക് ഇത് ഫ്രൈ ചെയ്യൂട്ടോ. സംഭവം ഈ വെള്ളമൊക്കെ വറ്റുന്ന വരെ ഇതില് വെള്ളം കാണൂല. ഇതാട്ടോ ഇതിലില്ലേ പട്ടാണി വെക്കാണേ. വെള്ളത്തിൽ വെച്ച് വിസിലടിച്ചിരുന്നത് ആദ്യം. ഇതിൽ ഉപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും മസാലയിൽ ഉപ്പ് വെക്കാത്ത. ഇതിൽ ഓൾറെഡി ഉപ്പ് വെച്ചിരുന്നു. അങ്ങനെ ഇതാട്ടോ സമൂസന്റെ ഇത് റെഡിയാക്കാണ്. പരത്തിയിട്ട് എന്താ പറയുക എനിക്ക് അറിയില്ല. ഇങ്ങനെ കട്ടാക്കും. അത് പരത്തിയിട്ട് ഇവിടെ ടീം വർക്കാ. അച്ഛന് പരുത്താണ്, അമ്മ ഫോൾഡ് ചെയ്യാണ്. എന്താ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തതാ അല്ല അമ്മ? അച്ഛൻ ആദ്യമില്ലേ സമൂസ ഷോപ്പിൽ കൊടുക്കണ്ടേനെ, പിന്നെ ഇപ്പം നിർത്തി. എന്നിട്ട് അത് വെള്ളം കൊണ്ട് ഒട്ടിക്കും. അത് വെള്ളം കേട്ടോ, സാധാ വെള്ളം. മറന്നോ അമ്മ? അയ്യ റെഡിയായി. ഞാൻ പറ്റട്ടെ, ഞാൻ ഫോൾഡ് ചെയ്യട്ടെ ഒന്ന്. അപ്പല്ലേ ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. കുറച്ച് വെള്ളമാക്കും ഫസ്റ്റ്. देखिए देखिए ये ना आहे
ಏನ ಒಲಕ್ಕೆಲ್ಲ ಒತ್ತಕ್ಕೆಲ್ಲ ഇതിൽ ഫില്ല് ചെയ്യാം. അപ്പൊ ഞാനും പണിയെടുക്കട്ടോ. ഞാൻ വീഡിയോ മാത്രല്ല എടുക്കല്. നിങ്ങൾ വിചാരിക്കും ഞാൻ വീഡിയോ മാത്രം എടുക്കുക, അച്ഛനും അമ്മയൊക്കെ പണി ചെയ്യണം. അപ്പൊ എന്തായി മനസ്സിലായി ചെയ്യും. ഇതൊരു ടീം വർക്കാണ്. കണ്ടില്ല നിങ്ങൾ, എൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് ഇവര് ഒരു ഞായറാഴ്ച മൊത്തം ചെലവാക്കണത് യൂട്യൂബിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അത്രയ്ക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു പാരൻ്റ് എനിക്ക് കിട്ടി. അപ്പം എൻ്റെ ഫസ്റ്റ് എൻ്റെ പോലത്തെ ഒരു കുഞ്ഞു സമൂസ. ഇത് സംഭവം രസമുണ്ട് കേട്ടോ. ഇത് ചെയ്യാൻ നല്ല രസമുണ്ട്. ഇനി ഞാൻ പഠിച്ചു ഇപ്പോൾ വേമേം ചെയ്യാൻ പറ്റും. ഞാൻ പുതിയ മോഡൽ സമോസ ഉണ്ടാക്കി. അമ്മ പുതിയ മോഡൽ ഉണ്ടാക്കി എന്ന് പറയുന്ന സമോസ. ഇങ്ങനെ സംഭവം കൊള്ളാല്ലേ, കാണാനേ ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട്. അപ്പൊ ഞാനും ട്രൈ ചെയ്യാം. ഈ കോമ്പറ്റീഷന് അമ്മേന്റെ കാട്ടി ബെറ്റർ ഞാൻ എന്റെ ഫോണ് വീണിട്ടോ, പൊട്ടൂരായിരിക്കും. ഇവിടെ സ്റ്റാൻഡില്ല. പാവ നമുക്ക് വേറെ മോഡലിന്റെ ഫോൾഡ് ചെയ്യാം. എന്നെ കൊണ്ട് കഴിയൂല. എന്നെ കൊണ്ട് കഴിയില്ല. അമ്മ ജയിച്ചു. ഞാൻ അതേ മേടിച്ചു. എന്നെ കൊണ്ട് കഴിയില്ല. അമ്മ ചെയ്തോട്ടെ. എന്നെ കൊണ്ട്. അപ്പൊ ഇതാട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ പോവാ. ഏച്ചി കേറി ഇരുന്നോടി. ആ ഇരുന്നോടി അവിടെ. ഇവിടെ ചേച്ചി വന്നിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യേ. ഇതാട്ടോ ഇതൊന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ടേ. ഇതെടുക്ക. നല്ല ടേസ്റ്റിയുള്ള സമൂസ. കേട്ടോ അപ്പം അങ്ങനെ ഗായ്സ് നമ്മൾ സമൂസ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള സമൂസ. ഇനിയില്ലേ ഈ സമൂസ റെഡി ആയില്ലേ, ഇനി ഇത് നമ്മളില്ലേ വേറൊരു രീതിയിലാട്ടോ കഴിക്കാൻ പോവാ. സമൂസ ചാട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ കേരളത്തിൽ ചാട്ടൊക്കെ കഴിച്ചിട്ടുണ്ടാവും പാനിപ്പൂരിൻ്റെ കൂടെ. അത് സംഭവം പാനിപ്പൂരി അതൊക്കെ പൊടിച്ചിട്ടല്ലേ വെക്കുക. ഇന്ന് ഞങ്ങളില്ലേ സമൂസ ചാട്ട് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പം അത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാട്ടോ സമൂസ ചാട്ട് ഉണ്ടാക്കാൻ പോവാണേ. സമൂസ അതിൽ വെച്ച് അച്ഛനെ ചൂടെടുക്കില്ല തോന്നുന്നുണ്ട്. ചൂടുണ്ട്, അതിപ്പോൾ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിലെന്തൊക്കെയാ അറിയാം. ഇതിൽ ഉള്ളി, പിന്നെ ഇതെന്താ കക്കരിക്ക ഹിന്ദിയിൽ ഖീര എന്നാ പറയാം. ഉള്ളിക്ക് പ്യാസ്, ഇത് ക്യാരറ്റ്, ഗാജർ, ഇത് പച്ചമുളക്, മിർച്ചി, പിന്നെ മല്ലിച്ചപ്പ്, എന്താണ് ഹിന്ദിയിൽ പറയാ, ധനിയാപ്പത്ത. എനിക്ക് നമ്മൾ ചെറിയത് പെട്ടെന്ന് കിട്ടൂല. എന്നിട്ട് ഇത് മഞ്ഞ മിക്സറാണ്. ഇത് മറ്റേ നമ്മൾ പട്ടാണിക്കറി ഉണ്ടാക്കിയില്ലേ അത് ഇതിൽ വെക്കും. പിന്നെ ഇവിടെ തൈരും വേണം. തൊള്ളന്ന് വെള്ളം വരണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല
ടേസ്റ്റ്, കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റി. വാവ്, നിങ്ങൾ ഇതുവരെ ഇത് കഴിച്ചിട്ടുണ്ടോ? ബീഹാറിൽ പോയിട്ട് കമൻറ്റിൽ ചെയ്യുന്നേ. അവിടെ ബീഹാറിൽ നിൽക്കുന്നവർ കുറേ പേര് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു കഴിച്ചിട്ടുണ്ടോ ഇല്ലേന്ന്. ഇത് തൈര് കേട്ടോ. പിന്നെ ഇതിലുള്ള സാധനങ്ങൾ കുറച്ച് ക്യാരറ്റ്, കുറച്ച് കക്കരിക്ക, ഉള്ളങ്കി അച്ഛൻ പറയാം, ഉള്ളി പച്ചനാണ്, കൊക്ക് പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കഴിക്കുക, കുറച്ച് കഴിക്കുക, വേണമെങ്കിൽ വേണ്ട. മല്ലിച്ചപ്പ്, എന്നിട്ട് മിക്സർ. ഞങ്ങൾക്ക് തൊള്ളേന്ന് വെള്ളം വരുന്നുണ്ട് ഗായ്സ്, സാരി കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തോളൂ വീട്ടിലുണ്ടാക്കിയിട്ട്. റെഡി ആയിട്ടോ. ഇത് നമുക്ക് കഴിക്കാം. അപ്പല്ലേ ഞാൻ നിങ്ങൾക്ക് ഇത് കഴിച്ചിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ടോ സംഭവം. നമ്മൾ ഇതിൻ്റെ മുന്നിൽ എന്ത് തന്നാലും നമ്മൾ ഒഴിവാക്കും, അത്രയ്ക്ക് ഇത് ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ്, സൂപ്പർ. ഇത് പറഞ്ഞാൽ അടിപൊളി. ഞാൻ എന്തായാലും പോയി കഴിക്കട്ടോ. അച്ഛൻ്റെ പോലെ കണ്ടോ, ഇന്ന് ഫുൾ ഡേ അച്ഛന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കിച്ചണിൽ നിന്ന് 3 സാധനം ഉണ്ടാക്കി അച്ഛന്. എന്നിട്ടിതാ അച്ഛൻ ഇപ്പോഴാണ് കഴിക്കുന്ന ഭക്ഷണം. ഇപ്പം എത്രയായി അറിയോ? 3 മണി ആവാനായി. എന്നിട്ട് ഇപ്പോഴാണ് കഴിക്കുന്നത്. എങ്ങനെയുണ്ട് അച്ഛാ? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ചാത അച്ഛൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അമ്മ അമ്മയ്ക്ക് ഇത് അച്ഛൻ ഉണ്ടാക്കി കൊടുത്തതാട്ടോ. ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത്. കണ്ട നിങ്ങളെ സ്നേഹം, നല്ല സ്നേഹം. കഴിച്ചൊക്കെ എങ്ങനെയുണ്ട്? എന്തായാലും ഹസ്ബൻഡ് ഉണ്ടാക്കി കൊടുത്തല്ലേ, അപ്പൊ ടേസ്റ്റേ പറയുള്ളൂ. എങ്ങനെയുണ്ട് അമ്മ? അപ്പൊ ഗായ്സ് ഞാൻ കഴിച്ചു കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സമൂസ ചാട്ട്. ഞങ്ങളും ട്രൈ ചെയ്യണേ വീട്ടില്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതെന്താ അച്ഛനൊക്കെ ഒരു ഡ്രസ്സിൽ തന്നെ 3 വീഡിയോ, ഞാനും 2 വീഡിയോയിൽ ഒരു ഡ്രസ്സ് ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ചേഞ്ച് ആക്കിക്കാം. എന്താ അറിയോ, ഞാൻ പറഞ്ഞില്ലേന്നോ Q&A സംഭവം ഞായറാഴ്ച തന്നെ ഞാൻ 3-4 വീഡിയോ ഒക്കെ ഉണ്ടാക്കി വെക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് തന്നെ അത്ര ഡിഷ് ഉണ്ടാക്കിട്ടോ. എന്താ പറയുക, പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങിയ വീഡിയോ ഒന്നും സംഭവം ഷൂട്ട് ചെയ്യാൻ കഴിയൂല. അപ്പം അങ്ങനെ ഞായറാഴ്ച തന്നെ ഞങ്ങൾ എടുത്തേക്കും കേട്ടോ, വീഡിയോ ഷൂട്ടാക്കിയിട്ട് വെക്കും. എന്താ പറഞ്ഞാൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ, എഡിറ്റ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യണോ, അത് നിങ്ങൾ കമൻറ്റിൽ എന്തായാലും പറയണം കേട്ടോ. എന്താ പറഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ ബൈ.